നിങ്ങളുടെയും മുഖം വാടിയിരിക്കുകയാണോ? എത്ര ക്രീമുകൾ ഉപയോഗിച്ചിട്ടും മുഖത്തിന് നിറമോ തിളക്കമോ വരുന്നില്ലെങ്കിൽ ഒന്നു നിൽക്കൂ. ഇതിനുള്ള ഉത്തരം ഒരു ബ്യൂട്ടി പാർലറിലല്ല, നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 5 ലളിതമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇവ ദിവസവും കഴിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ മുഖം പതിയെയല്ല വേഗത്തിൽ തിളങ്ങിത്തുടങ്ങും, മേക്കപ്പില്ലാതെ, വിലകൂടിയ ചികിത്സകളില്ലാതെ. ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ തന്നെ മാറ്റം അനുഭവിച്ചറിയുക. എന്നാൽ ഈ വീഡിയോ പൂർണ്ണമായും കാണണം, കാരണം ഈ സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞതിനുശേഷം ഇവ കഴിക്കേണ്ട ശരിയായ സമയം ഏതാണെന്നും ഞാൻ പറയും. തെറ്റായ സമയത്ത് നിങ്ങളിവ ഉപയോഗിച്ചാൽ പ്രയോജനത്തിനു പകരം ദോഷമായിരിക്കും ഉണ്ടാവുക. എന്നാൽ വേഗം തുടങ്ങാം ഇന്നത്തെ ഈ കഥ. ആശ്രമത്തിലെ കഥ. സൗന്ദര്യത്തിന്റെ രഹസ്യം. ഒരു ദിവസം ഒരു സ്ത്രീ വളരെ വിഷമിച്ചിട്ട് ശാന്തമായ ഒരു ആശ്രമത്തിലെത്തി. അവർ നേരെ ഗുരുജിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഗുരുദേവ, എന്റെ മുഖം പഴയതുപോലെയല്ല. അതിൽ തിളക്കമോ ഓജസ്സോ ഇല്ല. എല്ലാ ദിവസവും ഒരു ക്ഷീണം തോന്നുന്നു. എന്റെ മുഖം പോലും ആ ക്ഷീണം കാണിക്കുന്നതുപോലെ. ഞാൻ എല്ലാ വഴികളും നോക്കി, പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഗുരുജി അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. ശേഷം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, മോളെ, ഈ മുഖം പുറമേ നിന്ന് മാത്രം സുന്ദരമാവുകയില്ല. ഇതിന്റെ യഥാർത്ഥ തിളക്കം വരുന്നത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാണ്. നിന്റെ ഭക്ഷണത്തിൽ നിന്നും, ദിനചര്യയിൽ നിന്നും, മനസ്സിന്റെ അവസ്ഥയിൽ നിന്നും. ഗുരുജി ചെറുതായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ പുറത്ത് ക്രീമുകൾ പുരട്ടുന്നു, മേക്കപ്പ് ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥ മാറ്റം വരുന്നത് നമ്മൾ ഉള്ളിൽ നിന്ന് നന്നാകുമ്പോഴാണ്. ഉള്ളിൽ നിന്നുള്ള ഈ തിളക്കം ചില പ്രത്യേക സാധനങ്ങളിലൂടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഗുരുജി തുടർന്നു, നിങ്ങൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഒരു ക്രീമോ മരുന്നോ ഇല്ലാതെ നിങ്ങളുടെ മുഖം വീണ്ടും തിളങ്ങാൻ സഹായിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 5 സാധനങ്ങളും വിലകൂടിയതല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ളതാണ്. അവ ദിവസവും ഉപയോഗിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം. 1. ആംല, നെല്ലിക്ക. പ്രകൃതിയുടെ അത്ഭുതം. ഗുരുജി പറഞ്ഞു, എല്ലാവരും ദിവസവും രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കേണ്ട ആദ്യത്തെ സാധനം ആംല അഥവാ നെല്ലിക്കയാണ്. പുറമേ നിന്ന് നോക്കിയാൽ ഇതൊരു ചെറിയ പച്ചഫലം മാത്രം. എന്നാൽ ഉള്ളിൽ നിന്ന് നോക്കിയാൽ ഇതൊരു ഔഷധമാണ്, ജീവൻ നൽകുന്ന ഒന്ന്. മോളെ, നെല്ലിക്ക ഒരു സാധാരണ വസ്തുവല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ആയുർവേദത്തിലെ ഏറ്റവും വലിയ രത്നമായി ഇതിനെ കണക്കാക്കുന്നു. ഇത് ദിവസവും കഴിക്കുകയാണെങ്കിൽ മുഖം തിളങ്ങുക മാത്രമല്ല, ശരീരം രോഗങ്ങളോട് പോരാടാൻ ശക്തമാവുകയും ചെയ്യും. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു, അതും പ്രകൃതിദത്ത രൂപത്തിൽ. നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് ശക്തമാകുമ്പോൾ മുഖം അതിന്റെ കണ്ണാടിയായി മാറും. ഇത് രക്തം ശുദ്ധീകരിക്കുന്നു, കരളിനെ ശുദ്ധീകരിക്കുന്നു, ഡിറ്റോക്സ്, ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. അതായത് നിങ്ങൾ ഉള്ളിൽ നിന്ന് ആരോഗ്യമുള്ളവരാണെങ്കിൽ പുറത്തെ തിളക്കം സ്വയം വരും. എങ്ങനെ കഴിക്കണം? ദിവസവും രാവിലെ ഒഴിഞ്ഞ വയറ്റിലൊരു നെല്ലിക്ക പച്ചയായിട്ടോ നെല്ലിക്ക ജ്യൂസായിട്ടോ അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയോ കഴിക്കുക. ഫലം: പതിയെ മുഖം തിളങ്ങും, കണ്ണുകളിൽ ഉന്മേഷം വരും, ചർമ്മത്തിൽ ഒരു സ്വാഭാവിക പ്രകാശം കാണപ്പെടും. നെല്ലിക്ക സൗന്ദര്യം മാത്രമല്ല, ആയുസ്സും വർദ്ധിപ്പിക്കുന്നു, വാർദ്ധക്യം പതുക്കെ അകറ്റുന്നു. 2. മഞ്ഞൾപ്പാൽ, ടൂർമറിക് മിൽക്ക്, രാത്രിയിലെ സഞ്ജീവനി. ഗുരുജി തുടർന്നു, ഇനി രണ്ടാമത്തെ കാര്യം. ഇത് ചർമ്മത്തെ മനോഹരമാക്കുക മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതാണ് മഞ്ഞൾ ചേർത്ത പാൽ. ഇതൊരു പുതിയ വിദ്യയല്ല, മറിച്ച് നമ്മുടെ വീടുകളിൽ നൂറ്റാണ്ടുകളായി തുടർന്നുവരുന്ന ഒരു രാമബാണമാണ്. അതിന്ന് ആളുകൾ മറന്നുപോകുകയാണ്. ഒരു ഔഷധമായ മഞ്ഞൾ ചൂടുള്ള പാലിൽ ചേരുമ്പോൾ അത് ശരീരത്തിന് ഒരു പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കായി മാറുന്നു. മഞ്ഞൾ ചേർത്ത പാൽ രക്തത്തെ ശുദ്ധീകരിക്കുന്നു. രക്തം ശുദ്ധമാകുമ്പോഴാണ് മുഖം തിളങ്ങുന്നത്. പലർക്കും മുഖക്കുരു, പാടുകൾ, മറ്റ് അലർജികൾ എന്നിവയുണ്ടാവാറുണ്ട്. ഇതിന് കാരണം ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങളും വീക്കവുമാണ്, ഇൻഫ്ലമേഷൻ. മഞ്ഞൾ ആ വീക്കം കുറയ്ക്കുന്നു, ശരീരത്തിന്റെ ആന്തരിക ശുദ്ധീകരണം നടത്തുന്നു. തിളക്കമുള്ള, വൃത്തിയുള്ള, മൃദുലമായ ഒരു മുഖമാണ് ഇതിന്റെ ഫലം. പ്രധാന നേട്ടം: മഞ്ഞൾ ചേർത്ത പാൽ ചർമ്മത്തെ മാത്രമല്ല മെച്ചപ്പെടുത്തുന്നത്, ഇത് ഉറക്കം മെച്ചപ്പെടുത്തുന്നു, ദഹനം ശരിയാക്കുന്നു, ശരീരത്തിന് വിശ്രമം നൽകുന്നു. രാത്രിയിൽ ശരീരം ശാന്തമായി ഉറങ്ങുമ്പോൾ രാവിലെ മുഖത്ത് ഒരു പ്രത്യേക ഉന്മേഷമുണ്ടാകും. എങ്ങനെ കഴിക്കണം? ഇന്നു മുതൽ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് 1 കപ്പ് ചൂടുള്ള മഞ്ഞൾപ്പാൽ കുടിക്കുക. ഈ ശീലം ചെറുതാണെങ്കിലും അതിന്റെ ഫലം വളരെ ആഴത്തിലുള്ളതും സ്ഥിരവുമാണ്. 3. അക്രോട്ട്, വാൾനട്ട്. ബുദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും ഫലം. ഗുരുജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറയണം. ഇത് പലരും അവഗണിക്കുന്ന ഒന്നാണ്, പക്ഷെ ഇതിന്റെ ഫലം പതിയെ ശരീരത്തിൽ ആഴത്തിൽ കാണപ്പെടും. അതാണ് അക്രോട്ട്, വാൾനട്ട്. ഇതൊരു സാധാരണ ഡ്രൈ ഫ്രൂട്ട് അല്ല. ആയുർവേദത്തിൽ ഇതിനെ ബുദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും ഫലമെന്നാണ് പറയുന്നത്. കാരണം ഇത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, ചർമ്മത്തിനുള്ളിൽ നിന്ന് പോഷണം നൽകി യൗവനം നിലനിർത്തുകയും ചെയ്യുന്നു. അക്രോട്ടിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഇത് ഭൂമിക്ക് വെള്ളം പോലെ ശരീരത്തിന് അത്യാവശ്യമാണ്. ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് ശരിയായ കൊഴുപ്പ് ലഭിക്കുമ്പോഴാണ് അതിന്റെ വരൾച്ച മാറുന്നത്. പലരും വില കൂടിയ മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളിലെ ഈർപ്പത്തിന്റെ കുറവ് അവഗണിക്കുന്നു.
അക്രോട്ട് ഈ ആന്തരിക ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ചർമ്മം വരളാൻ അനുവദിക്കില്ല. അതുവഴി ചുളിവുകൾ വരുന്നത് വൈകിക്കുകയും ചർമ്മം കൂടുതൽ കാലം ചെറുപ്പമായി കാണപ്പെടുകയും ചെയ്യും. എങ്ങനെ കഴിക്കണം? ദിവസവും വെറും 2 അക്രോട്ട്. ഇത് വലിയ കാര്യമല്ലെന്ന് തോന്നുമെങ്കിലും ഇത് പതിവാക്കിയാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചർമ്മത്തിന്റെ തിളക്കം മാറുന്നത് കാണാം. വാടിയതും ക്ഷീണിച്ചതുമായ ചർമ്മം പതുക്കെ മൃദുലവും തിളക്കമുള്ളതുമായി മാറും. 4. മോര്, ബട്ടർ മിൽക്ക്, ജീവന്റെ പാനീയം. ഗുരുജി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. ഇനി 4ാമത്തെ കാര്യം. ഇത് കാണാൻ വളരെ സാധാരണമായി തോന്നുമെങ്കിലും ഇതിന്റെ ഫലം അത്ഭുതകരമാണ്. ഇത് എല്ലാ വീട്ടിലും ലഭിക്കും. പക്ഷെ മിക്ക ആളുകളും ഇത് അവഗണിക്കുന്നു. അതാണ് മോര്. നമ്മുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഭക്ഷണത്തിന്റെ അനിവാര്യ ഭാഗമായിരുന്ന മോര്. ആയുർവേദം ഇതിനെ ജീവനുള്ള പാനീയമെന്ന് വിളിക്കുന്നു. കാരണം ഇത് ശരീരത്തെ ഉള്ളിൽ നിന്ന് സജീവമാക്കുന്നു. മോര് ഒരു സാധാരണ പാനീയമല്ല. ഇതൊരു പ്രകൃതിദത്ത പ്രോബയോട്ടിക്കാണ്. ഇതിനർത്ഥം ഇത് വയറ്റിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുന്നു, ദഹനപ്രക്രിയയെ സന്തുലിതമാക്കുന്നു, ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ പതുക്കെ പുറത്തേക്ക് തള്ളുന്നു. പല ചർമ്മപ്രശ്നങ്ങളുടെയും കാരണം വയറാണ്. ദഹനം ശരിയല്ലെങ്കിൽ, വയറ്റിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഫലം മുഖത്ത് കാണാം. ദിവസവും ഒരു ഗ്ലാസ് മോര് കുടിക്കുമ്പോൾ വയറ് വൃത്തിയാകുന്നു, മലബന്ധം മാറുന്നു, ശരീരം ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. വയറ് വൃത്തിയാകുന്നതിനനുസരിച്ച് മുഖവും സ്വയം തിളങ്ങാൻ തുടങ്ങും. പ്രധാന നേട്ടം: മോര് ശരീരത്തിന് തണുപ്പ് നൽകുക മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് ഇത് ശരീരത്തിലെ അധിക ചൂടിനെ പുറന്തള്ളുന്നു. ഇത് ചർമ്മത്തിലെ അസ്വസ്ഥതകളോ തിണർപ്പുകളോ ഉണ്ടാവാതെ തടയുന്നു. 5. ഇളനീർ, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഹൈഡ്രേഷന്റെ സൂപ്പർ ഹീറോ. ഗുരുജി അവസാനമായി ദീർഘമായി ശ്വാസമെടുത്ത് പറഞ്ഞു. ഇനി അവസാനത്തേതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം. ഇത് ശരീരം മാത്രമല്ല, ചർമ്മം ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതാണ് ഇളനീർ, നാരങ്ങാവെള്ളം. ഞാനിതിനെ ഹൈഡ്രേഷന്റെ സൂപ്പർ ഹീറോ എന്ന് വിളിക്കുന്നു. കാരണം ഇത് ദാഹം ശമിപ്പിക്കുക മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ കോണുകളെയും ഉണർത്തുന്നു. നമ്മുടെ ചർമ്മത്തിന് ആവശ്യമുള്ള എല്ലാം ഈ പ്രകൃതിദത്ത അമൃതിലുണ്ട്. മിനറലുകൾ, ഇലക്ട്രോലൈറ്റുകൾ, കൂടാതെ ഏറ്റവും പ്രധാനമായി ഹൈഡ്രേഷൻ. ശരീരം ഉള്ളിൽ നിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ചർമ്മം സ്വയം മൃദുലവും തിളക്കമുള്ളതും ഫ്രഷായും കാണപ്പെടും. ഇളനീർ ശരീരത്തിലെ ചൂടിനെ ശാന്തമാക്കുന്നു. മുഖത്ത് കാണുന്ന വീക്കം, ചുവപ്പ്, ക്ഷീണം എന്നിവ പതുക്കെ കുറയാൻ തുടങ്ങും. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു. ഉള്ളിലെ അഴുക്ക് പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പോ കെമിക്കലുകളോ ഇല്ലാതെ മുഖത്ത് ആ സ്വാഭാവിക പ്രകാശം തിരികെ വരുന്നു. എങ്ങനെ കഴിക്കണം? രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെയിലത്ത് നിന്ന് വന്നതിനുശേഷം 1 ഗ്ലാസ് ഇളനീർ. ഇത് മുഖത്തിനു മാത്രമല്ല, മുടിക്കും കണ്ണിനും മുഴുവൻ ശരീരത്തിനും നല്ലതാണ്. ഇവ കഴിക്കേണ്ട ശരിയായ സമയം. ഗുരുജി ഗൗരവത്തോടെ പറഞ്ഞു. മോളെ, ഈ സാധനങ്ങളുടെ ഫലം ലഭിക്കണമെങ്കിൽ അവ ശരിയായ രീതിയിലും ശരിയായ സമയത്തും കഴിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും പ്രയോജനത്തിന് പകരം ദോഷവുമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ആംല, നെല്ലിക്ക. ശരിയായ സമയം. എപ്പോഴും രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശ്രദ്ധിക്കുക, നെല്ലിക്ക തണുത്ത പ്രകൃതമാണ്, കൂളിംഗ് നേച്ചർ. അതുകൊണ്ട് പെട്ടെന്ന് ജലദോഷം വരുന്നവർ ശ്രദ്ധിച്ചു കഴിക്കുക. വയറ്റിൽ ഗ്യാസോ നെഞ്ചരിച്ചിലോ ഉള്ളവർ ഇത് ഭക്ഷണത്തിനു ശേഷം കഴിക്കുകയോ ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കുകയോ ചെയ്യുക. 2. മഞ്ഞൾ ചേർത്ത പാൽ. ശരിയായ സമയം. ഇതിന്റെ യഥാർത്ഥ അത്ഭുതം സംഭവിക്കുന്നത് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് കുടിക്കുമ്പോഴാണ്. രാത്രി മുഴുവൻ ശരീരം സ്വയം റിപ്പയർ ചെയ്യുകയും രാവിലെ ചർമ്മത്തിൽ ഒരു പ്രത്യേക തിളക്കം കാണപ്പെടുകയും ചെയ്യും. ശ്രദ്ധിക്കുക, കൂടുതൽ മഞ്ഞളിടുന്നത് നല്ലതല്ല. ഇത് കരളിൽ സമ്മർദ്ദമുണ്ടാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞളും 1 നുള്ളു കുരുമുളകും ചേർത്താൽ മഞ്ഞളിന്റെ ഫലം വർദ്ധിക്കും. 3. അക്രോട്ട്, വാൾനട്ട്. ശരിയായ സമയം. ദിവസത്തിൽ 2 അക്രോട്ട് മതി. രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ഫലം ലഭിക്കും. ശ്രദ്ധിക്കുക, കൂടുതൽ അക്രോട്ട് കഴിക്കുന്നത് ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കും, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ദഹനം കുറവാണെങ്കിൽ പച്ച അക്രോട്ട് പ്രശ്നങ്ങളുണ്ടാക്കിയേക്കാം. 4. മോര്. ശരിയായ സമയം. ഇതിന് ശരിയായ സമയം ഉച്ചഭക്ഷണമാണ്. ഇത് വയറിന് തണുപ്പ് നൽകുകയും ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഒരിക്കലും രാത്രിയിൽ ഇത് കുടിക്കരുത്. തണുത്ത പ്രകൃതമുള്ള വസ്തുക്കൾ തെറ്റായ സമയത്ത് കഴിക്കുമ്പോൾ പ്രയോജനം ലഭിക്കാതെ വരും. 5. ഇളനീർ. ശരിയായ സമയം. രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുകയും വിഷാംശം പുറന്തള്ളുകയും ചർമ്മത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ കുടിക്കുന്നത് ഗ്യാസ് അല്ലെങ്കിൽ ദഹനക്കേടുണ്ടാക്കാം. അതുകൊണ്ട് ഇത് എപ്പോഴും ഒഴിഞ്ഞ വയറ്റിലോ ഉച്ചസമയത്തോ മാത്രം കുടിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, മേക്കപ്പ് ഇല്ലാതെ, ഫിൽട്ടർ ഇല്ലാതെ നിങ്ങളുടെ ചർമ്മം സ്വാഭാവികമായി തിളങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും അറിവ് ലഭിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഇത് പങ്കിടുക.
ഇതുപോലെയുള്ള ആരോഗ്യകരമായതും ജീവിതവുമായി ബന്ധപ്പെട്ടതുമായ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.